ചെറായി ബീച്ചിലാണ് വന്നിരിക്കുന്നത്. പിള്ളേരൊക്കെ ആയിട്ട് വന്നതാണ് ഗൈസ്. ഒരു രക്ഷയില്ലാതെ ഇറങ്ങാൻ ഒരു നിവൃത്തിയില്ല. നല്ല തിരന്ന് പറഞ്ഞാൽ നല്ല തിരയാണ്. ഇതുണ്ടോ ഈ കല്ലുമ്മൽ കയറി അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഇറങ്ങാനായിട്ട് യാതൊരു നിവൃത്തിയില്ല. ഇറങ്ങാന്നുള്ള ചിന്തയെ മനസ്സിൽ വേണ്ട, ഒരു രക്ഷയില്ല. അപ്പോൾ അവിടെ അച്ഛനും മക്കളും കൂടി അവിടെ കുറച്ച് പരിപാടീസിലൊക്കെയാണ്. ഈ കല്ലുമ്മയിൽ കൂടി ഇങ്ങനെ നടന്നു പോകാന്നുള്ളത് തന്നെ ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. വലിയ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. എന്താ പറയാ, കേട്ടോ ചാടി ചാടി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ജസ്റ്റ് മൂവ് ചെയ്ത് അവിടെ വരെ ഇങ്ങനെ കവർ ചെയ്ത് പോവാം കേട്ടോ. അപ്പോഴേ എല്ലാവരും ആക്ച്വലി ആ ഒരു പേയ്മെൻറ്റ് കിട്ടിയേക്കണ സ്ഥലമാണ്. നമ്മൾ സാധാരണ ഇവിടെ വന്ന് നിന്നിട്ട് ഇങ്ങനെ നടന്ന് ഇവിടെ വന്ന് നിന്ന് നടന്ന് ഇങ്ങനെ കണ്ടിട്ട് ഇവിടെ ഇറങ്ങിയിട്ട് ആണ് അർമാദിക്കാറ്. ഇന്നിപ്പോൾ നമുക്ക് ഇറങ്ങാന്നുള്ളൊരു പരിപാടി നടക്കില്ല. അപ്പോൾ അതെ നമുക്കിപ്പോൾ ഇതിലിങ്ങനെ പോവാം കേട്ടോ. പിന്നെ ഇവിടെ ഒരു സൂപ്പർ ലൈറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത് ചെരുപ്പ് ആക്ച്വലി ഇവിടെ കളഞ്ഞിട്ട് പോകുന്ന ചെരുപ്പാണെന്നാണ് തോന്നുന്നത്. ചെരുപ്പിൻ്റെ ഒരു മീനെ സെറ്റ് വെച്ചിട്ടുണ്ട്, അത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ കണ്ടോ ഗൈസ്, ചെരുപ്പിൻ്റെ സോള് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയേക്കുന്ന മീനാണ് കേട്ടോ. അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അല്ലേ, നല്ല അടിപൊളിയായിട്ടുണ്ട്. വാർച്ചെരുപ്പാണ് കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത് തോന്നുന്നു. ചെരുപ്പിൻ്റെ എന്താ പറയുക, ആ വലിയ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് വാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നൈസായിട്ടുണ്ട് കേട്ടോ. നമുക്ക് നടന്നിങ്ങനെ പോവാം കേട്ടോ. ഇങ്ങനെ നടന്നു പോവാം. അപ്പോൾ നമ്മുടെ ടീംസൊക്കെ ആദ്യം പോകുന്നുണ്ട് കേട്ടോ. നല്ല തിരമാലയാണ് കണ്ടോ. അവിടെ സ്വിമ്മിങ് പ്രൊഹിബിറ്റ് ചെയ്തേക്കുവാണെന്നൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, എഴുതി വെച്ചിട്ടുണ്ട്. കടൽക്ഷോഭമാണെന്ന് പറയണേ. ഓക്കെ, അതെ ഇതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ മെയിൻ പോയിന്റ് കേട്ടോ. ഇവിടെയാണ് എല്ലാവരും വന്നിങ്ങനെ ഇറങ്ങാറ്. എന്നിട്ട് ഇവിടെയാണ് എല്ലാവരും വന്ന് നിൽക്കാറ് കേട്ടോ. കണ്ടോ പട്ടി കിടക്കണ്ടിട്ട് അവിടെ
ചേട്ടാ ഇവിടെ നിന്നാൽ മതി, ഇവിടെ നിന്നാൽ മതി. ആ ചേട്ടൻ ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിവിടെ എത്തിയിരിക്കുന്നത് കാറ്റാടി ബീച്ചിലാണ് കേട്ടോ. അതായത് നമ്മുടെ ചെറായി ബീച്ചിൻ്റെ അവിടെ നിന്ന് ഒരു ഇച്ചിരി ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ തന്നെയാണ് ഈ ബീച്ച്. അപ്പോൾ നമുക്ക് ഇവിടെ മാത്രമേ ഈ പ്രസൻറ്റ് കണ്ടീഷനിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. അവിടെ എന്താ പറയുക, കല്ലിൻ്റെ അത്രയും നേരം വെള്ളം വന്ന് നിൽക്കുന്ന നേരം നമുക്ക് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഇറങ്ങാനായിട്ട്. അപ്പോൾ ഇത് കണ്ടോ, വളരെ കുറച്ച് ഏരിയ ഉള്ളൂ കേട്ടോ ഇവിടെ ഇറങ്ങാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ആകുമ്പോൾ കുറച്ച് ഫാമിലിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ഇങ്ങനെ ചെറിയൊരു മണലിൻ്റെ ഫുഡൊക്കെ കെട്ടിയിട്ടുണ്ട് അവർ കേട്ടോ. അപ്പോൾ ഇവിടെ ഇറങ്ങിയൊക്കെയാണ് അവിടുത്തെ രേഷനും പിള്ളേരും കൂടി ചില്ല് ചെയ്യുന്നുണ്ട് കണ്ടോ. ആ ബ്ലൂ ഷർട്ട് കണ്ടോ, രേഷനാണ് കേട്ടോ. അപ്പോൾ അവിടെ പിള്ളേർ രേഷനും കൂടി അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ നൈസായിട്ട് ഇങ്ങനെ കണ്ടോ. അപ്പോൾ ഇവിടെ നല്ല തിരയാണ്, ഇവിടെ ഗാർഡ്സിനൊന്നും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അധികം നമുക്കിങ്ങനെ ആർമാദിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിലൊക്കെ റിഗോർ ഇതൊക്കെ വെള്ളത്തിൽ ആർമാദിക്കാനുള്ള പ്ലാനിൽ വന്നതാണ്. ഇത് ഇച്ചിരി ഗംഭീര തിരയായിരുന്നു. നമ്മൾ അവിടെ നിന്നിരുന്നെങ്കിൽ ഫുള്ള് നിറഞ്ഞാനായിട്ടോ. അതാണ് ഇവിടെ ഓടി കയറിയത്. ഷേനും റിഗും ഋതുവും കൂടി ഇവിടെ നിന്നിട്ട് ഹെൽമെറ്റ് പോലും ഒഴിക്കാതെ നിന്നിട്ട് തിര ആസ്വദിച്ചുകൊണ്ടിരിക്കാനായിട്ടാ. എന്താ നടപ്പം നോക്ക്. റിഗുവിന് നൈസായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കടലിൽ ചാടിയാൽ മതി എന്നാണ് കേട്ടോ. ഋതുവിനും കൊതിയാവുന്നുണ്ട്. തിര വന്നപ്പോഴത്തേക്ക് ഇരുന്നോടത്തേക്കാണ് റിഗു വീണെന്ന് പറഞ്ഞത്. കണ്ടോ, ഒന്ന് നൈസായിട്ടൊന്ന് ഇറങ്ങണമെന്ന് ഋതുവിനും ഉണ്ട്. മണ്ണ് വാരണം, JCB ഉണ്ടോന്നില്ലെന്നൊക്കെയാണ് ഋതു പറയുന്നത് കേട്ടോ. അതെ, തിര നല്ല കിട്ടലും തിര വരുന്നുണ്ട്. നല്ല അടിപൊളി നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. നല്ല തണുപ്പുണ്ട് വെള്ളത്തിന്. സാധാരണ എല്ലാ പ്രശ്നത്തിലും നല്ല തണുപ്പുണ്ട്. എൻ്റെ പൊന്നെ വരുന്നു നോക്കിയേ തിര. പിടിച്ചോട്ടെ, പിള്ളേരെ പിടിച്ചോ. ഇവിടെയൊക്കെ വെള്ളത്തിൽ അർമാദിച്ചോണ്ടിരിക്കുകയാണ് കേട്ടാ. വേണ്ട റിഗു ഇഷ്ടായ? റിഗുവിന് ഇപ്പോഴാണ് സമാധാനമായത് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റിയപ്പോൾ. അവിടെ ചെറായി ബീച്ചുണ്ട്. റിഗു ആകെ ഡസ് പഠിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ റിഗു ഭയങ്കര ചില്ലായിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മൾ ബീച്ചിൽ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ദേ റിഗും ഋതുവൊക്കെ നനഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പറ്റിയാലൊന്ന് പാർക്കിലും കൂടി കയറണം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവാണ്. ബായ്. ഇതൊരു ബായ് പറഞ്ഞേടാ. ബായ്. അപ്പോൾ നിങ്ങൾ